ഹലോ! അടുത്ത ഇനി എന്ത് വീഡിയോ ചെയ്യുംന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്യുന്നത് ക്യൂട്ടായിട്ടുള്ള നെയിം സ്ലിപ്പ് ചെയ്ത് തരുമോന്ന് ചോദിച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, നെയിം സ്ലിപ്പിൻ്റെ അതേ ഷേപ്പിൽ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്ത്. ഇതൊരു കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ. പിന്നെ നമ്മുടെ എന്നത്തെയും സ്ഥിരം പരിപാടിയായി ക്യൂട്ടാക്കുന്ന പരിപാടി തുടങ്ങി ട്ടോ. ഇങ്ങനത്തെ കുട്ടി റാബിറ്റിനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ 3 എണ്ണം ചെയ്തിട്ടുണ്ട്. ജെൽ പെൻ വെച്ചിട്ടാണ് ട്ടോ എല്ലാത്തിൻ്റെയും ഔട്ടർ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കാണാൻ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിനെ കളർ ചെയ്തെടുക്കണം. ക്യൂട്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന കളർ പിങ്കാണ് കേട്ടോ. പിങ്ക് വിട്ടൊരു കളിയില്ല. അങ്ങനെ പിങ്ക് വെച്ചിട്ട് നമ്മളിതിന് ബോയും ഹൈലൈറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തു. ഇതുപോലത്തെ 3 റാബിറ്റിൻ്റെ പിക്ചറാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ ഇങ്ങനെ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നതും കളർ ചെയ്യുന്നതും വരക്കുന്നതും ഒക്കെ എനിക്ക് ചെറുപ്പം തൊട്ടേ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അത്രയും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത്. ഇത് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് ഇങ്ങനത്തെ വൈബുള്ളവർക്ക് എന്തായാലും മനസ്സിലാവും. ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ റാബിറ്റിൻ്റെ എല്ലാം വരച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു ആഗ്രഹം, ഒരു 3 എണ്ണം കൂടെ ചെയ്താലോ എന്ന്. അങ്ങനെ ഹലോ കിറ്റിൻ്റെ തീമും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും മറ്റത് ചെയ്ത പോലെ തന്നെ നമ്മൾ ജെൽ പെൻ വെച്ചിട്ട് ഔട്ടർ ചെയ്യുന്നു, പിന്നെ കളർ കൊടുക്കുന്നു. അങ്ങനെ കളർ ചെയ്യലും വരക്കലും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത പണി തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ബോർഡർ കൊടുക്കണം, പിന്നെ നെയിമും കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കൊടുക്കണം. ഒരാവേശത്തിൽ അടുത്ത തീമും കൂടെ ചെയ്തപ്പോൾ ഇത് ഇത്രയും അധികം ടൈം എടുക്കുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇതിൻ്റെ ബോർഡർ ചെയ്യാൻ ഞാനൊരു കർവ് ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, നെയിമും സ്റ്റാൻഡേർഡും സ്കൂളും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലെ എല്ലാം ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കണം. സ്കൂള്, സ്റ്റാൻഡേർഡ്, നെയിം അതൊന്നും ഞാൻ ഇതിൽ എഴുതണില്ല കേട്ടോ. വേണമെന്നുള്ളവർക്ക് അങ്ങനെ എഴുതാം. ഞാനത് ഇങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഡോട്ട് മാത്രം ഇട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കുക എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട കേട്ടോ. ഇത് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം, സെല്ലോ ടേപ്പ് വെച്ചിട്ടും ഒട്ടിക്കാം. അങ്ങനെ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.